SFI എന്നുള്ള സംഘടനയാണ് ഈ പെൺകുട്ടിയെ അവർ സ്പോൺസേഡ് പെൺകുട്ടി എന്നാണ് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പെൺകുട്ടിയാണ്. അതുപോലെ ഒരു ഇങ്ങനെ പ്രശ്നമാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി മാത്രമല്ല പലരും. അവർക്ക് അപ്പോൾ എന്തോ പന്തികേട് തോന്നി അവിടെ ഉള്ളവർക്ക്. ഇവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാകും. പാടി നാട്ടിൽ വെച്ച് പറയൂ എന്ന് വിചാരിച്ചാണ് എന്നുള്ള പെണ്ണിനെ കൂട്ടുപിടിച്ചത്. ഈ പെൺകുട്ടിക്ക് മെയിൻ പരിപാടിയാണ് ഇതാണെന്നാണ് പറയുന്നത്. യുവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എടുത്തിടാണ് സ്പോൺസേഡ് പെണ്ണാണ്. അങ്ങനെ ഈ പേര് വിളിച്ചിട്ട് അവരുടെ കൂട്ടുകാരിയാണ്, അത് അവൻ്റെ കൂട്ടുകാരിയാണെന്നാണ് പറയുന്നത്. ഡാനിഷും ചേർന്നിട്ടാണ് തിരിച്ച് വിളിച്ചത്. പറഞ്ഞിട്ടുള്ള നമ്മൾ ആ വ്യക്തമായിട്ടുള്ള കുറ്റവാളികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇതുവരെയ്ക്ക് അവരെ ഈ പ്രതിപട്ടികയിൽ വന്നിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് വരാത്തത്? കേരളത്തിലെ അക്ഷയ് എന്ന് പറഞ്ഞാൽ അവൻ അവസാനം വരെയും കൊലപാതകം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോഴും കൂടെ നിന്ന അക്ഷയ്, ഫോൺ വിളിച്ചിട്ട് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ അക്ഷയ്, ആ പ്ലാൻഡർ ഇതുവരെയ്ക്ക് പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. പൂക്കോട് വെറ്റിനറി കോളേജിലെ 22-കാരനായ സിദ്ധാർത്ഥിന്റെ മരണം ഒരു സമയം ഏറ്റവും കൂടുതൽ വാർത്തകളിൽ, ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ, അന്തിച്ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്ന വിഷയമായിരുന്നു. ഇപ്പോൾ ആരും എവിടെയും ഒരിടത്തും പറയുന്നത് കേൾക്കാനില്ല. ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതത്തിന്റെ ഓരോ ചുവടും എടുത്തു വെച്ച 22 വയസ്സായ ചെറുപ്പക്കാരൻ. ഫോട്ടോഗ്രാഫറാണ്, നന്നായി പഠിക്കും, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ. പഠനമായിരുന്നു അവനെല്ലാം. അവനെയാണ് SFIയുടെ കുറെ നരാധമന്മാർ, നരഭോജികൾ അവനെ അതിക്രൂരമായി ഉപദ്രവിച്ച് അവസാനം മരണത്തിലേക്ക് എത്തിച്ചത്. അവനെ ഉപദ്രവിച്ച, അതിനെ കാരണമുണ്ടാക്കിയ, അവനെ ഉപദ്രവിക്കാനായി കാരണമുണ്ടാക്കിയ ഒരു വില്ലത്തിയെക്കുറിച്ച് മലയാളി വാർത്ത തുടക്കം മുതൽ പറയുന്നുണ്ട്. അതായത് സിദ്ധാർത്ഥിന്റെ പേരിൽ, സിദ്ധാർത്ഥിന്റെ മരണശേഷം പരാതി നൽകിയ, സിദ്ധാർത്ഥ തന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരാതി നൽകിയ തൃശൂർ SP ഓഫീസിലെ പോലീസുകാരിയുടെ മകൾ. ഇവളാണ് ആർഷോ ഒളിപ്പിച്ച പോലീസുകാരിയുടെ മകൾ. അതായത് സിദ്ധാർത്ഥിന്റെ കേസിലെ വില്ലത്തി. ഈ പെൺകുട്ടിയാണ് പരാതി കൊടുത്ത്, ഈ പെൺകുട്ടിയാണ് SFIയോട് പരാതി പറഞ്ഞ് സിദ്ധാർത്ഥിനെ ആ നരഭോജികൾ, ആ നരാധമന്മാർ കൊടും ക്രൂരത ചെയ്തത്. എന്നിട്ട് അവനെ മരണത്തിലേക്ക് എത്തിച്ചത്. ഇത്രയും നാൾ ഇവളെ ഒളിപ്പിക്കാൻ പോലീസുകാർ എടുത്ത ആ ഒരു പ്രയത്നം അത് കാണാതെ പോകരുത്. എല്ലാ തെളിവുകളും നശിപ്പിക്കുവാൻ കേരളത്തിലെ പോലീസുകാർ ഒന്നടങ്കം എടുത്ത പ്രയത്നം, എല്ലാ പോലീസുകാരെയും അല്ല, ചിലർ, അതും കാണാതെ പോകരുത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണം അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. CBI അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. തിരഞ്ഞെടുപ്പായതുകൊണ്ട് പിണറായി അതിൽ സമ്മതം മൂളിയിട്ടുണ്ട്. എന്തായാലും സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ വാക്കുകളിലേക്ക് ഞങ്ങളുടെ മലയാളി വാർത്ത തിരുവനന്തപുരം റിപ്പോർട്ടർ അഭിലാഷാണ് ഈ ചിത്രവും ഈ വാർത്തയും പുറത്തുവിട്ടത്. അഭിലാഷ് സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി അച്ഛനോട് സംസാരിച്ച വാക്കുകളിലേക്ക്. സിദ്ധാർത്ഥ് മരിച്ചിട്ട് ഇന്ന് കറക്റ്റ് 1 മാസമാവുകയാണ്. ഈ 1 മാസമായിട്ടും അന്വേഷണം പിന്നെ പുരോഗതി ഒന്നും ആർക്കും പിടിയിട്ടില്ല. അന്വേഷണം തൃപ്തികരമാണോ അച്ഛനിപ്പം? ഇല്ല, എനിക്ക് ആ തുടക്കം മുതൽ തൃപ്തികരമായിരുന്നു. അപ്പോൾ ഇപ്പോഴും തൃപ്തികരമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല പേര്, പറഞ്ഞിട്ടുള്ള വെറുതെ ആരോപിച്ച പേരല്ല, പറഞ്ഞിട്ടുള്ള നമ്മൾ ആ വ്യക്തമായിട്ടുള്ള കുറ്റവാളികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇതുവരെയ്ക്ക് അവരെ ഈ പ്രതിപട്ടികയിൽ വന്നിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് വരാത്തത്? കേരളത്തിലെ അക്ഷയ് എന്ന് പറഞ്ഞാൽ അവൻ അവസാനം വരെയും കൊലപാതകം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോഴും കൂടെ നിന്ന അക്ഷയ്, ഫോൺ വിളിച്ചിട്ട് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ അക്ഷയ്, ആ പ്ലാൻഡർ ഇതുവരെയ്ക്ക് പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് പ്രതിപട്ടികയിൽ ചേർത്തൊന്നും പറയുന്നതല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഡീനാണ് അവിടെ വന്നിട്ട് മരണം ഉറപ്പാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തത്, ബോഡി അഴിച്ചിറക്കിയത് എല്ലാം അത് വ്യക്തമാണ്. ആന്റി റാങ്കിങ് സ്ക്വാഡിനെല്ലാം പറയുന്നുണ്ട്. പിന്നെ അത് കാത്തനാട്ടൻ അസിസ്റ്റന്റ് വാർഡൻ, പുള്ളിയുടെ പേരും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മൾ DSPക്ക് കൃത്യമായിട്ട് വിവരം കൊടുത്തതാണ് സാർ ഇങ്ങനെയാണെന്ന്. പിന്നെ ആ ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയാണ് പരാതി കൊടുത്തത്. 18-ാം തീയതി 18-ാം തീയതി അവൻ മരിച്ചതിന് ശേഷം പരാതി കൊടുത്തു. 15-ാം തീയതി ഇങ്ങോട്ട് നാട്ടിലേക്ക് അവൻ വരുന്ന അവനെ വിളിച്ചു വരുത്തിയതിൽ മെയിനായിട്ടുള്ളതാണ് ഈ പെൺകുട്ടി, മെയിൻ പ്രതികളിൽ. പക്ഷേ പെൺകുട്ടി ഇതുവരെയ്ക്കും അവർ പ്രതിപട്ടികയിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല.
എന്തുകൊണ്ട് വരാത്തതെന്ന് അറിയില്ല. ഞാൻ ആ പോലീസിനോട് ഞാൻ ചോദിച്ചു, സാറേ ഏതാണ് ആ പെൺകുട്ടി? ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, ആ പെൺകുട്ടി ആരാണ്, ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും തരൂ, അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് തരൂ. എനിക്ക് ആ പെൺകുട്ടിയോട് ജസ്റ്റ് ഒന്ന് ചോദിക്കണമല്ലോ, എന്താണ് കുട്ടി എൻ്റെ മോൻ ചെയ്തത്, ഒരു അവന്മാരെ പെരുമാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എനിക്കും കൂടെ അറിയണമല്ലോ. അവൻ്റെ അച്ഛനാണല്ലോ, മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കണമല്ലോ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പോലീസിന് ആവർത്തിച്ച് ചോദിച്ചു, ഏതാണ് പെൺകുട്ടി? അവരാരും ഒന്നും പറയുന്നില്ല. പെൺകുട്ടി പരാതി കൊടുത്തു, 25-ാം തീയതി 26 മരണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ആ സാധനം വളരെ ഭംഗിയായിട്ട് പരാതിയും കൊടുത്തിട്ട് അങ്ങ് പോയി. ഏതാണ് പെൺകുട്ടി അന്വേഷിച്ചിരുന്നു. അവസാനം എനിക്ക് ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് കിട്ടി. പെൺകുട്ടി അറിഞ്ഞു, ഞാൻ അറിഞ്ഞു. സിദ്ധാർത്ഥിന്റെ കൂടെ പഠിച്ചതാണ്. അതെ, സിദ്ധാർത്ഥിന്റെ കൂടെ പഠിച്ചതാണ്. ഇവരെല്ലാവരും കൂടെ അവർ SFI എന്നുള്ള സംഘടനയാണ് ഈ പെൺകുട്ടിയെ, അവർ സ്പോൺസേഡ് പെൺകുട്ടി എന്നാണ് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പെൺകുട്ടിയാണ്. അതുപോലെ ഒരു ഇങ്ങനെ പ്രശ്നമാണ്, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി മാത്രമല്ല പലരും. അതിലൊരു പെൺകുട്ടിയാണ് എനിക്ക് വളരെ പറയുമ്പോൾ പ്രയത്നം കൊണ്ട് പെൺകുട്ടിയെ കിട്ടി. പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടി. പെൺകുട്ടിയുടെ അമ്മ ഒരു എന്താ പറയുക, എൻ്റെ നിർഭാഗ്യവശാൽ വളരെ പോസ്റ്റിലുള്ള ഒരു കമ്മീഷണർ ഓഫീസിലെ ജോലിയാണ്. അവിടെ മിനിസ്ട്രിയിൽ ജോലിയാണ് അവൻ്റെ അമ്മയ്ക്ക്, ആ കുട്ടിയുടെ അമ്മയ്ക്ക്. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് മൂടി വെച്ച് പോയത്. പക്ഷേ എത്ര സത്യം എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും? മൂടി വയ്ക്കാൻ പറ്റില്ല. അത് പുറത്തു വന്നാൽ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാരാണ്, ഈ പെൺകുട്ടിയാണ് ഇത് ചതിച്ച് അവനെ തിരിച്ചു വരുത്തി കൊലയ്ക്ക് കൂട്ടുനിന്നതും ഈ റാഗി ചെയ്യുമ്പോൾ, റാഗി എന്ന് പറയാൻ പറ്റില്ല, വേറെ റാഗിങ് അല്ലല്ലോ, ഈ പീഡിപ്പിച്ചവരെ എല്ലാത്തിലും കൂടെ നിന്നത് ഈ പെൺകുട്ടിയാണ് ഈ കൊലപാതകത്തിൽ മുഖ്യ കണ്ണി. അതൊക്കെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ കാണിക്കാമോ? അത് കാണിക്കാം, എനിക്ക് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാണിക്കാം. ഞാൻ അവൻ്റെ അച്ഛനല്ലേ, ഇതാണ് ആ പെൺകുട്ടി, അവൻ്റെ കൂടെ പഠിച്ച ഈ കുട്ടിയാണ് അവനെ ചതിച്ച് വിളിച്ച് വരുത്തിയത്. നമുക്ക് കാണിക്കുന്നതിന് എന്താ ഒരു കുഴപ്പം? വേറൊരു കുഴപ്പമില്ല. കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടെ വന്നിട്ട് പരാതി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ പോലീസിനോടും ചോദിച്ചാണല്ലോ, സാറേ ഏതാണ് പെൺകുട്ടി, അവൻ ചെയ്ത കുറ്റം എനിക്ക് അറിയണം. ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, അവരൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ അക്ഷയെ കാത്തു സൂക്ഷിക്കുന്നു, ആര് ഈ ഡീനിനെ കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ആ ഒരു ഹോസ്റ്റൽ റൂം അറ്റ്ലീസ്റ്റ് അടച്ചിടണം. ആ ഹോസ്റ്റൽ ബ്ലോക്കിങ്ങിൽ അടച്ചിടണം. ഇപ്പോൾ ഒരു വേറെ ഏജൻസിക്ക് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പോലീസ് അല്ലെങ്കിൽ ആ ഒരു കോളേജ് ബ്ലോക്ക്, അല്ലെങ്കിൽ കോളേജ് അടച്ചിടണമെന്ന് പറയുന്നില്ല, ആ ഹോസ്റ്റൽ ബ്ലോക്ക് ഒന്ന് അടച്ചിടണം. അവനെ കൊണ്ട് മർദ്ദിച്ചതും കൊലപാതകം ചെയ്തതും എല്ലാം അതിൻ്റെ നടുമുറ്റത്താണ്. അതുകൊണ്ട് ആ ഹോസ്റ്റൽ ബ്ലോക്ക് അവരത് അടച്ചിട്ടിട്ടില്ല. അവൻ്റെ റൂമും അടച്ചിട്ടിട്ടില്ല. റൂം ഇപ്പം ഇവിടുന്ന് കുറേ പോയ അവിടുത്തെ കുറച്ച് MLA ആരെന്നറിയില്ല, അവിടുത്തെ രാഷ്ട്രീയക്കാരോ ആരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല, അവർ അവിടെ പോയി എന്തിനാണ് അവിടെ ഏത് റൂമാണ് എന്താണെന്ന് പറഞ്ഞപ്പോൾ അവർ തുറന്നു കൊടുത്തില്ല. ജോലിക്കാർ അവിടെ ഹോസ്റ്റലിലെ ആൾക്കാർ, കോളേജിൻ്റെ ആൾക്കാർ തുറന്നു കൊടുത്തില്ല. ഒരു കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരാണ് കൊണ്ടുപോയത്? അപ്പോൾ പോലീസ് പറഞ്ഞു, ലോക്ക് ചെയ്തിട്ട് ചാവി നിങ്ങളുടെ കയ്യിൽ വെക്കാറുണ്ട്. പോലീസ് ചെയ്യേണ്ട അതല്ലല്ലോ. പോലീസ് ലോക്ക് ചെയ്യണമെങ്കിൽ സീൽ ചെയ്യുക, പോലീസ് കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ലോക്ക് ചെയ്ത് ചാവി ഇതിൻ്റെ കോളേജുകാർക്ക് കൊടുത്തേക്കുന്നു. വേലി തന്നെ ഇവിടെ നിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട കാര്യം എന്തോന്നാ? ശരിക്കും അതൊന്ന് ലോക്ക് ചെയ്യണം. എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത്. അത് ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ആ റൂമെങ്കിലും നടുമുറ്റത്ത് കൊണ്ടുപോയി. അത് അവരെല്ലാവരും ഇപ്പോൾ എല്ലാ കോളേജ് ആസ് യൂഷ്വൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും അവരെല്ലാം തെളിവെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉറപ്പായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതൃപ്തി എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ ഉദ്യോഗസ്ഥനെ കുറിച്ച് തെറ്റ് പറയണമല്ല. പക്ഷെ അവർക്ക് അതിൻ്റെ പ്രഷർ കാണുമായിരിക്കും. പക്ഷേ ഈ അന്വേഷണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവരാരെയും പ്രതി ചേർത്തിട്ടില്ല. നമ്മൾ പറഞ്ഞായിട്ട് ആരെയും പ്രതി ചേർക്കണമെന്ന് നമ്മൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പറയണമല്ല. ഇവരാരെയും ഡീനും അസിസ്റ്റന്റ് വാർഡനും ഈ അക്ഷയും ആ പെൺകുട്ടി അവരെല്ലാവരും ഇപ്പോഴും നല്ല കാര്യം. ഇവർക്ക് പേടിക്കേണ്ട കാര്യമല്ല. ഇവർ പ്രതി ചേർക്കാത്തിടത്തോളം കാലം ഇവർക്ക് അവിടെ ജലസ് നടക്കാം. അത് അവരെ തെറ്റല്ല. അത് പോലീസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. ഇല്ല, അത് ഒരിക്കലും അവൻ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയുടെ പേര് എന്ന് മാത്രമല്ല, അവിടെ നടന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് അമ്മ ഒരു പ്രശ്നമാണ് വരണം എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പിന്നെ യവനുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോലീസിനെങ്കിലും വിളിക്കും. അവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഈ ഒരു പേരോ അല്ലെങ്കിൽ ഈ പ്രശ്നം പോലും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറയാത്തത് ചിലപ്പോൾ രണ്ട് കാരണം കാണും. ചിലപ്പോൾ ഈസി ആയിട്ട് എടുത്ത് നടക്കുന്ന കാര്യങ്ങളല്ല. അതല്ലെങ്കിൽ അവൻ വിചാരിച്ചാണ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, അല്ലെങ്കിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട, എന്ത് കാര്യം അവൻ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ രണ്ടിൽ ഏതോ ഒന്നാണ്.
അതുകൊണ്ടാണ് അവൻ വീട്ടിൽ പറയാതെ തിരിച്ചു വിളിക്കുന്നത്. ഇങ്ങനെ തിരിച്ച് ഈ പെൺകുട്ടി ഉൾപ്പെടെ തിരിച്ചു വിളിച്ച ഈ ഡാനിഷ് എന്ന് പറയുന്ന അവനും കൂടെയാണ് തിരിച്ചു വിളിച്ചത്. ഡാനിഷും ഈ പെൺകുട്ടിയും കൂടെ ചേർത്തിട്ടാണ് പിന്നെ ഇറക്കാൻ ഇവർ മൂന്നുപേരുമാണ് ചേർത്ത് തിരിച്ചു വിളിക്കുന്നത് അവൻ എറണാകുളം വരെ എത്തുന്നതിന് മുമ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയിൽ ആ ട്രെയിനിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ആൻറ്റി റോയിൻസ്കാരാണ് കണ്ടുപിടിച്ചത്. അത് അവനെ ഫോളോ ചെയ്താൽ ഉണ്ടെന്ന് പറഞ്ഞത് അതെനിക്കറിയില്ല. പോലീസ് കണ്ടുപിടിക്കുമ്പോഴാണ് പറഞ്ഞത്. ആൻറ്റി റോയിൻസ്കോട് കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥ മരിച്ചപ്പോൾ പുറത്തു വന്ന വാർത്തയാണ് ഫെബ്രുവരി 14 കോളേജിൽ നടന്ന ഫംഗ്ഷനിൽ സീനിയർ പെൺകുട്ടികളോട് സിദ്ധാർത്ഥ് ഡാൻസ് കളിക്കുകയും ആ പെൺകുട്ടിയിലാണ് പരാതി കൊടുത്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ കൂടെ പഠിച്ച് പരാതി കൊടുത്തത്. അപ്പോൾ ഇത് ഒരു യോജിപ്പില്ലാത്ത രീതിയിലല്ലേ? ഇല്ല, അത് ഞാൻ വളരെ കൃത്യമായിട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ അവിടെ സീനിയർ ആ ഫെബ്രുവരി 14 ഇവർ അൺഒഫീഷ്യലായിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണ് പറയുന്നത്. ആ കുട്ടികളും എല്ലാവരുമായിട്ട് കോളേജുകാർക്ക് അറിയാമോ ഇല്ലെന്നറിയില്ല. ഒരു വളണ്ടിയേഴ്സ് ഡേയിൽ പരിപാടി ഒരു ഡാൻസും കാര്യങ്ങളും നടത്തി. പക്ഷേ ഇവന് അന്ന് സീനിയർ വിദ്യാർത്ഥിനികൾ, അതായത് കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല. അവൻ എപ്പോഴും ചേച്ചിമാരെന്നെ വിളിക്കുകയുള്ളൂ. അവൻ്റെ സീനിയർ ഒരു വർഷം സീനിയർ ആണെങ്കിൽ അവൻ ചേച്ചിമാരെന്നെ വിളിക്കുന്നത്. അവൻ്റെ ചേച്ചിമാരുടെ കൂടെ ഡാൻസ് അവൻ ചെയ്യും. അത് വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അവൻ്റെ ചേച്ചിമാരും കുറച്ച് നല്ല ചേട്ടന്മാരും ഉണ്ട്. ഈ അവൻ്റെ സീനിയർ വിദ്യാർത്ഥിനികളുടെ കൂടെ ഇവൻ അവിടെ ഡാൻസ് ചെയ്ത് അവൻ നല്ല ഡാൻസറുമാണ്. അവൻ നല്ല ഡാൻസ് ചെയ്തപ്പോൾ ഈ കൂടെ നിന്ന കാശിനാഥനും ഇവന് സിഞ്ചുവയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇന്ന് ഇത്രയും നാളും ആ കുട്ടികളെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന ഈ സിഞ്ചുവയ്ക്കുള്ളൂ. പക്ഷേ ഇവൻ ഒരു വർഷമായിട്ടുള്ള അവണിന് മുമ്പേ ചെന്ന് അവരോട് ഡാൻസ് കളിക്കുന്നു, നല്ല രീതിയിൽ ഇടപെടുന്നു, നല്ല സ്നേഹത്തോടെ ഇടപെടുന്നു, അവരോട് ഭക്ഷണം കഴിക്കുന്നു. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് മെയിൻ കാര്യം. അല്ലാതെ പെൺകുട്ടികളെ സീനിയർ വിദ്യാർത്ഥികളല്ല പരാതി കൊടുത്തത്. അവരുടെ ചേച്ചിമാരുണ്ടാവണം, നല്ല ചേച്ചിമാരാണ്. ആ ചേച്ചിമാരോട് ആഹാരവും കഴിച്ച് തിരിച്ചു വന്നപ്പോഴാണ് അത് ഇഷ്ടപ്പെടാതെ ഈ സിഞ്ചുവും കാശിനാഥനും ഉൾപ്പെടുന്ന ഇവന്റെ ക്ലാസ്മേറ്റ്സും അക്ഷയും എല്ലാം ഉൾപ്പെടുന്ന ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് വഴക്കുണ്ടായത്. അന്ന് രാത്രിയാണ് ഇവനെ കുറച്ച് മർദ്ദിച്ചത്. അത് വലിയ മർദ്ദനമല്ല, അത് വഴക്കുണ്ടായി. 14 രാത്രി കുറച്ച് വഴക്കുണ്ടായി. ഇവനെ അന്ന് മർദ്ദിച്ചു. ഇവൻ എങ്ങനെയും രക്ഷപ്പെട്ട് വരാം എന്നുള്ള രീതിയിലാണ് 15 അവൻ രാവിലെ മുന്നോട്ട് അവിടെ നിന്ന് വരുന്നത്. പക്ഷെ അന്ന് വലിയ പ്രശ്നമില്ല, അവൻ എങ്ങനെയും രക്ഷപ്പെട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വന്നത്. പക്ഷെ അവർക്ക് അപ്പോഴെന്തോ പന്തികേട് തോന്നി അവിടെ ഉള്ളവർക്ക്. ഇവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാകും. പാടി നാട്ടിൽ വെച്ച് പറയും എന്ന് വിചാരിച്ചാണ് എന്നുള്ള പെണ്ണിനെ കൂട്ടുപിടിച്ചത്. ഈ പെൺകുട്ടിക്ക് മെയിൻ പരിപാടിയാണ് ഇതെന്നാണ് പറയുന്നത്. യുവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എടുത്തിടാനുള്ള സ്പോൺസേർഡ് പെണ്ണാണ്. അങ്ങനെ ഈ പേര് വിളിച്ചിട്ട് അവരുടെ കൂട്ടുകാരിയാണ്, അത് അവൻ്റെ കൂട്ടുകാരിയാണെന്നാണ് പറയുന്നത്. ഡാനിഷും ചേർന്നിട്ടാണ് തിരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു. അല്ല, സീനിയർ വിദ്യാർത്ഥിനികളല്ല. ഇതുവരെയ്ക്ക് എനിക്കറിയാമെന്നുള്ളത്. ഞാൻ കുട്ടികളെ ഒന്നും പറയുന്നില്ല, സീനിയർ വിദ്യാർത്ഥികളല്ല. ഇതിന് മുമ്പും അവിടെ ഇതേപോലെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അച്ഛൻ്റെ അറിവ് കിട്ടിയിട്ടുണ്ട്? എനിക്കത് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഒന്നും പറയരുത്. നമുക്ക് വ്യക്തമായിട്ട് ഡിജിറ്റലായിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അതൊന്നും ഇപ്പം ചോദിച്ചുകൊണ്ട് പറയുന്നു. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പോലീസിനോട് പറയാൻ നിൽക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ CBIക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ CBIക്ക് കൈമാറും. അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ ഒരു വിവരമൊന്നും ഒന്നും പറയാൻ പാടില്ലാത്തത്. പിന്നെ